ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം കുറേ ദിവസമായിട്ട് 4 ദിവസമായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് പോകാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് സ്റ്റേറ്റ് കലോത്സവം കൊല്ലത്ത് വെച്ച് നടന്നിട്ട് നമ്മൾ കാണാൻ പോയില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ. അപ്പോൾ ഞാനും കുഞ്ഞൂസുണ്ട്, അപർണേച്ചി. അപ്പം ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. വിക്രമാദിത്യന് വേതാളം കൂടി പോവുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ ആശ്രാമം മൈതാനത്താണ് വന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ചിലങ്കയും ഒരു കാൽപാദവും ഒരു ചിലങ്കയായിട്ട് എന്തോ ഒരു സംഭവത്തിൽ തുണിയാണോ എന്തോ സംഭവത്തിലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അതിന് കുറച്ച് നേരം ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരുപാട് ആൾക്കാരുടെ ചിത്രങ്ങൾ അവിടെ ഒരു കലത്തിൽ അടിപൊളിയായിട്ട് വരച്ചൊരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതും അടിപൊളി സാധനമായിരുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കലാരൂപങ്ങൾ ചേർന്ന് നമ്മുടെ കലോത്സവം അല്ലേ, അവിടെ എല്ലാ കലാരൂപങ്ങളെയും ചേർത്തൊരു പ്രതിമ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലോഗോ പോലെ അല്ലേ. പിന്നെ നമ്മുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ സ്വർണ്ണ കപ്പായിരുന്നു. അങ്ങനെ കപ്പിൻ്റെ ഫോട്ടോ ഒക്കെ പോയി എടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ചാനലിൻ്റെ ആൾക്കാർ വന്നിട്ട് ഈ ദഫ്മുട്ടിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പരിപാടി കഴിഞ്ഞ് വന്ന് നിന്നിട്ട് അവർക്ക് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തരൊന്നും എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് നേരം അവിടെ നിന്ന് വായിന്നൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ഞങ്ങൾ നടന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നു. അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാനൊന്നും പോയില്ല. അപ്പോഴാണ് നമ്മുടെ ദേവദൂതനെ പോലെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ബിസ്ക്കറ്റ് വിതരണം ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം അതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ചെന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി. ബിസ്ക്കറ്റ് മേടിക്കാൻ ചെന്നപ്പോഴാണ് കുഞ്ഞൂസിനോട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒരാളവിടേക്ക് വന്നു. നമ്മൾ ചമ്മൽ കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നമുക്ക് ഫ്രീ ആയിട്ട് ബിസ്ക്കറ്റ് കിട്ടി. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ കൂടി. അതെ, രണ്ടിനെയും ലുക്ക് മാത്രമേ ഉള്ളൂ, രണ്ടും പേരും ഉളകളാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിസരം ഒന്നും നോക്കത്തില്ല, നമ്മൾ അലമ്പായിട്ടാണ് നടക്കുന്നത്, ഓടുന്ന ചടന്നെല്ലാം. പിന്നെ നമ്മളവിടെ വേദി ഒന്നിട്ട് നാടോടിനൃത്തം മാത്രം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ആകെ കാണാൻ പറ്റിയ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിരുന്ന നാടോടിനൃത്തം കണ്ടു. ദുഃഖത്തിൽ കഴിയും ശിവ തമ്പ്രാനും തമ്പ്രാട്ടിയും നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയും പോലെ ഞങ്ങൾ അവിടെ ചെന്നത് നാടോടിനൃത്തമൊക്കെ കഴിഞ്ഞു. കാരണം വേദി ഒന്നിട്ട് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ആ ആശ്രമമായ കാലത്തേക്ക് അന്നത്തേക്ക് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ലാസ്റ്റ് ദിവസമല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു കുറച്ച് നേരം ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഷോർട്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എടുത്തു. അപ്പോൾ ആണ് ഒരു കൊച്ചിൻ്റെ കാലെന്തോ പറ്റി, നാടോടിനൃത്തം കളിച്ചിറങ്ങിയ ഒരു കൊച്ചിൻ്റെ കാലെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെല്ലാവരും കൂടി വണ്ടി കയറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചി ടി വിയുടെ ആൾക്കാർ വന്ന് നാടോടിനൃത്തം കളിച്ച ആൾക്കാരുടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ഇതാ ഇരിക്കുന്ന ആ മാലയുടെ വില പ്രവചിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൂപ്പൺ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞൂസും കൂടി ഒരു പേനയൊക്കെ എടുത്ത് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് തകർത്ത് 4-5 കൂപ്പണൊക്കെ വാങ്ങി പേരും അഡ്രസ്സൊക്കെ എഴുതി വെച്ചു. മൊത്തം 4 കൂപ്പൺ ഉണ്ടായിരുന്നു. ഒന്ന് പ്രവചനം, ആ മാലയുടെ വില എത്രയാണെന്ന് പ്രവചിക്കണം. പിന്നെ ഒന്നെന്താ ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞത് പിന്നെന്തോ വിസിറ്റ് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. മാർക്കടിച്ച പകുതി എനിക്ക് വീഡിയോ എടുത്തു തരുന്നതിൻ്റെ കൂലി. സബ്സ്ക്രൈബേഴ്സിന് നമ്പർ വേണമെങ്കിൽ ഇരുന്നെടുക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് മടക്കി ഒടിച്ചൊരു പരുവാക്കി അത് കൊണ്ടിടേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടിട്ടു. മൊത്തം കൂടി ഇട്ടല്ലേ അല്ല ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ പകുതി കട്ട് ചെയ്തെടുക്കും. നിന്റെ സിനാപ്പുണ്ടായിരുന്നു 4 ഉണ്ട്. 4 പ്ലേസ് ചെയ്ത് ഞങ്ങൾ ഗജരാജ ഗില്ലടികളാണ്. ഇപ്പോഴേ കാൽക്കുലേറ്റ് എത്രയൊക്കെ കിട്ടും. അപ്പം നമ്മളൊരു 10 മണി 11 മണി ആറായപ്പോഴാണ് ചെന്നത്. അപ്പോഴത്തേക്കും പ്രോഗ്രാം കഴിഞ്ഞ് നിന്ന കുട്ടികളൊക്കെ ഓരോ ചാനലിന് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ ഇങ്ങനെ അവർ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചി ടി വിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൊച്ചു അങ്ങനെ നമ്മുടെ ദഫ്മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ദഫ്മുട്ടിൻ്റെ കുറേ പിള്ളേരൊക്കെ ചേർന്ന് നിന്ന് ഏഷ്യാനെറ്റിനൊക്കെ. പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ സാധനമാണ് കുറേ ഓട്ടോ ചേട്ടന്മാർ, ഓട്ടോ സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഓട്ടോ ചേട്ടന്മാർ പുതിനയിലിട്ട വെള്ളം, നാരങ്ങ വെള്ളം പുതിനയിലൊക്കെ ഇട്ട് നല്ല തണുത്ത നാരങ്ങ വെള്ളം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും പോയി മേടിച്ച് കുടിച്ചു. 2 വെട്ടാണ് വാങ്ങി കുടിച്ചത്. പിന്നെ നമ്മുടെ നൗഷദമല്ലേ കണ്ടു. പുള്ളി തിരക്കാണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ മുമ്പിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ കുട്ടികളൊക്കെ നിന്ന് നാടോടിനൃത്തം കഴിഞ്ഞ് ഇറങ്ങിയ അവരുടെ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോലീസ് ഏട്ടന്മാരുടെയൊക്കെ ഫോട്ടോ നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്തു പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക്
പിന്നെ നമ്മൾ ഇറങ്ങി, പരിപാടിയൊന്നുമില്ല, കാരണം എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ദിവസമായിരുന്നു. എന്താ പറയുക, എവിടെ പരിപാടി വെച്ചാലും ഇതാണ് അവസ്ഥ. പിന്നെ വേറെ സ്കൂളിലൊക്കെ പോകാനൊക്കെ മടിയായി. പിടുത്തം തിരിഞ്ഞിറങ്ങുന്നു, നീ അങ്ങനെ അങ്ങനെ വായ്നോട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിക്ക് വിശക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റേജിൻ്റെ അടുത്ത് പോയിരുന്ന രണ്ടുപേരും കൂടി മാക്ക ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഫുഡ് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോകില്ലായിരുന്നു, കാരണം അവിടെ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഓരോ ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതെല്ലാം മേടിച്ച് ബാഗിൽ ഇട്ടുകൊണ്ട് നടന്നു. അങ്ങനെ നമ്മൾ കലോത്സവത്തിൻ്റെ വേദിയിൽ അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായതുകൊണ്ട് ഞങ്ങൾ രണ്ടോട് പിന്നെ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ കുഞ്ഞൂസിന് ചെരുപ്പ് വാങ്ങണമായിരുന്നു. ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ കുറേ 2-3 കടകളിലൊക്കെ കയറി. ഫുട്പാത്താണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അവിടെ ചെന്ന് പക്ഷേ കുഞ്ഞൂസിന് ചെരുപ്പൊന്നും വലിയ ഇഷ്ടമായില്ല. കുഞ്ഞൂസ് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. കുറച്ച് നേരം ബീച്ചിലൊക്കെ, കുറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. അങ്ങനെ എന്തായാലും രണ്ടുപേരും കൂടെ ബീച്ചിലൊക്കെ പോയി കുറേ നേരം ഇരുന്ന് വായി നോക്കി, കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. ഇപ്പോൾ അവിടെ എന്തൊരു മരമൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മളിങ്ങനെ കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ. അവിടെ പോയിരുന്നു കുറേ നേരം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു.